പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തുന്ന സമയത്ത്, ജനത്തെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ യേശു യോർദാൻ അരികിൽ വരികയും യോഹന്നാൻ സ്നാപകനാൽ യേശു സ്നാനമേറ്റു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ തുറന്ന് യേശുവിന്റെ വരുന്ന യോഹന്നാൻ സ്നാപകൻ കണ്ടു എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. വളരെ സുപരിചിതമായി അനുഗ്രഹിക്കപ്പെട്ട ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ക്രിസ്ത്യ ജീവിതത്തിന്റെ സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിത സാഹചര്യത്തെയാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ യേശു സ്നാനമേറ്റു വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ സ്വർഗം തുറക്കുകയാണ്. ദൈവാത്മാവ് പ്രാവെന്ന പോലെ തന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ ആത്മാവിലുള്ള ജീവിതം ആനന്ദ ജീവിതമാണ്. ആത്മാവിലുള്ള ജീവിതം എന്നൊരു സമാധാന ജീവിതമാണ്. ആത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് അഭിഷേകത്താൽ നിറയപ്പെട്ട ജീവിതമാണ്. ആത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ടതാണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാ വേളകളിൽ തന്റെ സ്നാനത്തോടനുബന്ധമായി പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കർത്താവിന്റെ മഹത്വമേറിയ വേലയുടെ ആരംഭ നാളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദരൻ പറയട്ടെ, നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ ആനന്ദകരമായി കർത്താവിന്റെ വേല ചെയ്യുമ്പോഴാണ് നമുക്ക് ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ ദൈവം പകരണമെങ്കിൽ ലോകത്തിന്റെ സകല ജടികമായ ജീവിത സാഹചര്യങ്ങളെ നാം ഉപേക്ഷിച്ചിട്ട് ഏകാഗ്രത ഹൃദയത്തോടും നിർമ്മല മനസ്സോടും വിശുദ്ധിയുള്ള ജീവിതത്തോടും കൂടെ നമ്മെ പരിപൂർണമായി സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് മുകളിൽ സ്വർഗം തുറക്കുന്നതും ദൈവാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നതുപോലെ നമ്മുടെ മേലും ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസ് ലോർഡ്. അപ്പൊ യേശുക്രിസ്തുവിലൂടെ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ദൈവം നിറവേറി എന്നുള്ളതാണ്. അപ്പോസ്തലന്മാർ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നതുകൊണ്ടാണ് അവർ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് അവർ സാക്ഷ്യം വഹിച്ചത്. പ്രൈസ് ലോർഡ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരോട് ദൈവം ക്ഷമിക്കത്തില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇല്ലെന്നും നിന്നുപോയെന്നും പരിശുദ്ധാത്മാവില് അന്യഭാഷയിൽ ആരാധിക്കുന്നത് അത് വെറും അമലിയ വാക്സാമർത്ഥ്യമാണെന്ന് പറഞ്ഞവരെയൊക്കെ എനിക്കറിയാം. അതില്ല എന്ന് പറയുന്നത് ദൈവസഭയ്ക്കകത്ത് ഇരിക്കുന്നവരിൽ പോലും പലർക്കും പരിശുദ്ധാത്മാവിൽ വിശ്വാസമില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആത്മാവിൽ നിറയപ്പെട്ട ആനന്ദ ജീവിതമായിരുന്നു യേശു ചെയ്തത്. തന്റെ ശുശ്രൂഷയ്ക്ക് നേരെ കടന്നു വന്ന വെല്ലുവിളികളെ എല്ലാം അതിജീവിക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ യേശുവിന്റെ മേലുള്ള ആത്മാവ് പരിശുദ്ധാത്മാവ് തന്നെ എവിടെയും ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പം കർത്താവ് ആകാശം കീറി ഇറങ്ങുമ്പോൾ തീ ഇറങ്ങുന്ന അനുഭവം. ഹല്ലേലൂയ. അപ്പം ദൈവിക ശക്തിയും ദൈവിക തേജസ്സും ദൈവദൂതന്മാരും ഇറങ്ങുന്നു. ഹല്ലേലൂയ. കർത്താവ് ആകാശം കീറി മുറിച്ച് വരുമ്പോൾ തീ ഇറക്കുവാൻ കർത്താവിന് കഴിയും. പരിശുദ്ധാത്മാവിനെ പകരുവാൻ കർത്താവിന് കഴിയും. ദൈവതേജസ്സും ദൈവദൂതന്മാർക്കും ഇറങ്ങി വരുവാൻ കഴിയും. മാത്രമല്ല പ്രാവാകുന്ന പരിശുദ്ധാത്മാവും ഇറങ്ങി വന്ന് തന്നിൽ വിശ്വസിക്കുന്ന ജനത്തിന്മേൽ ദൈവാത്മാവിനെ തന്നിറക്കുന്നവനാണ്. പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ആരെല്ലാം ഹൃദയം കൊടുക്കുന്നുവോ അവരുടെ ജീവിതത്തിലാണ് ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിലാണ് ദൈവം നമുക്ക് മുകളിൽ സ്വർഗം തുറക്കുന്നത്. സ്വർഗം തുറന്ന് നമ്മെ ദൈവം പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർ ആഘോഷിക്കുന്നു, സ്വർഗീയ ദൂതന്മാർ സന്തോഷിക്കുന്നു. സ്വർഗം മുഴുവൻ സന്തോഷമാണ്. മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നാം നിറയപ്പെടുമ്പോൾ നമ്മൾ അന്ന് വരെ ആരാധിച്ചിട്ടില്ലാത്ത, സ്തുതിച്ചിട്ടില്ലാത്ത,
ദൈവിക ആരാധനയുടെ ഭാഗമായി മാറാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അതിലൂടെ പറഞ്ഞ ആത്മാവിൽ ജീവിതം ആനന്ദ ജീവിതമാണെന്ന് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷ നിർഭരമായ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന ശക്തിയുടെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം പരിശുദ്ധാത്മാവിനെ സഭയുടെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ തലമുറ ഈ നാളുകളിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ചിലരുടെ ചിന്താഗതി എന്നൊക്കെ പറയുന്നത് ഹല്ലേലൂയ, ഏതാണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഏകദേശം പ്രായപൂർത്തിയൊക്കെ ആയി ഹല്ലേലൂയ വന്നു കഴിഞ്ഞ ശേഷമേ ഹല്ലേലൂയ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന അനവധി ആളുകൾ അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള ബന്ധത്തിൽ പറയട്ടെ, ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല രീതികളിൽ ഞാൻ പല ശുശ്രൂഷകളും ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്ന് ചെറിയ കുട്ടികൾ പോലും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ആത്മാവിൽ നിറയെ ജീവിതവും അവരൊക്കെ അന്യഭാഷയിൽ സ്തുതിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കൗമാരത്തിൽ തന്നെ ദൈവം ചില കുട്ടികളെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് കണ്ടിട്ട് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു പഠിപ്പിച്ചതാണ്, സഭയിൽ നിന്ന് കേട്ട് പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൗമാരക്കാരെ ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, മുതിർന്നവർക്ക് കൊടുക്കാത്ത, പ്രായമായവർക്ക് യൗവനക്കാർക്ക് കൊടുക്കാത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ ദൈവം പകർന്ന്, അവരുടെ മേൽ ദൈവം പകർന്ന് അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്തുകൊണ്ട് ഹല്ലേലൂയ മറ്റുള്ളവരെ പരിഹസിക്കുന്നു? അല്ലെ, ഞാൻ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവം ഏത് സമയത്ത് എങ്ങനെയാണ് ഒരാളെ ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. എന്നാൽ മനുഷ്യന്റെ അല്ലെങ്കിൽ ശൈശവ പ്രായമുണ്ട്. ശൈശവ പ്രായത്തിൽ നമുക്കറിയാം, ചെറിയ കുഞ്ഞ് അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ആ കുഞ്ഞ് ശൈശവ പ്രായം മാറിക്കഴിഞ്ഞ് ബാല്യത്തിലേക്ക് വരുന്ന സമയമുണ്ട്. ബാല്യത്തിലേക്ക് വരുന്ന സമയത്തിൽ ഈ കുഞ്ഞുങ്ങളെ ദൈവസഭയിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ദൈവവചനം കേൾക്കുകയും ഒരാത്മാവിൽ നിറയപ്പെട്ട പാട്ടുകളും അഭിഷേകങ്ങളും ഒക്കെ പ്രാപിക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ ഹൃദയത്തിനകത്ത് ഈ ദൈവസാന്നിധ്യത്തിന്റെ സ്പർശനം ഉണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ ദൈവസാന്നിധ്യത്തിന്റെ സ്പർശനം കുഞ്ഞുങ്ങൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? സ്വതവേ അവർ ദൈവത്തോട് ചേർന്ന് കൂടുതൽ അടുക്കും. അത് നമ്മുടെ ചില കുഞ്ഞുങ്ങളിലൊക്കെ പ്രകടമാകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ബാല്യകാലം കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൗമാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം അവരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ദൈവം അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ സകല മേലും പകരാൻ ആഗ്രഹിക്കുന്നു. ഇത് യോവേൽ പ്രവാചകനോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-28 വായിക്കുമ്പോഴുണ്ട് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരുമെന്ന്. അപ്പൊ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്നവരിൽ വന്നെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചവരാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജനമെല്ലാം സ്നാനമേറ്റ ശേഷം യേശുവിന് സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ. നമ്മൾ മത്തായി വായിച്ചത് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങിയെന്ന. ഇവിടെ നമ്മൾ ലൂക്കോസിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ശബ്ദമാണ്. ഹല്ലേലൂയ. രണ്ട് വിഷയങ്ങളാണ് അവിടെ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ജീവിത വിശുദ്ധിയാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ജീവിത വിശുദ്ധി ഉള്ളവരുടെ മേലാണ് ദൈവത്തിന്റെ ആത്മാവിനെ പകരുന്നത്. ഹല്ലേലൂയ. ജീവിത വിശുദ്ധിയില്ലാതെ, ഹൃദയവിശുദ്ധിയില്ലാതെ, ഏകാഗ്രതയില്ലാതെ, സമർപ്പണമില്ലാതെ, വിശുദ്ധ ജീവിതമില്ലാതെ, ദൈവസാന്നിധ്യം യഥാർത്ഥമായി അനുഭവിക്കാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് പറ്റിയിരിക്കുന്നവരുടെ മേലാണ് ദൈവം പരിശുദ്ധാത്മാവിനെ പകരുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കാണുന്നതും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നമുക്കറിയാം, ആദിമസഭയുടെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടത് ആരാധിച്ചിരുന്നു. പണ്ട് കാലങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കുഞ്ഞുകുട്ടി പോലും, ഒരു മനുഷ്യന് പേരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നില്ല, അവർ അഭിഷേകത്തിൽ നിറയപ്പെടുന്നില്ല. സഭയ്ക്കകത്ത്
ആത്മാവിന്റെ ആരാധന നിന്നുപോയി. Praise the Lord. ഇന്ന് സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ആരാധന നിന്നു. കാരണം സഭയ്ക്കകത്ത് എല്ലാ സംഗീത ഉപകരണങ്ങളും വന്നു കയറി കഴിഞ്ഞപ്പോൾ സംഗീത ഉപകരണക്കാർക്കെല്ലാം പ്രത്യേക സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവരെല്ലാം വർഷിപ്പ് ലീഡറാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, വേദപുസ്തകത്തില്ലാത്തൊരു പദവിയാണ് വർഷിപ്പ് ലീഡർ എന്ന് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അവരെല്ലാം അങ്ങനെ ഓരോ സ്ഥാനത്താക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? സഭയുടെ ആരാധന കൈവശമാക്കി. അവരുടെ സഭയുടെ ആരാധന കൈവശമാക്കിയപ്പോൾ അവർ ഡ്രം സെറ്റിലൂടെ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ആ ഇലക്ട്രോണിക്സ് ഉപകരണത്തിലൂടെ ആരാധനയുടെ നേതൃത്വം അവർ ഏറ്റെടുക്കുക. ആരാധനയുടെ നേതൃത്വം അവർ ഏറ്റെടുത്തിട്ട് അവരാണ് പിന്നെ അവൻ ജനത്തെ കൊണ്ട് ആരാധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ താളമേള കൊഴുപ്പുകൾ എത്രമാത്രം കൂടുന്നു അത്രമാത്രം ജനം ആമെ കരമടിച്ച് ശക്തത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. എപ്പോൾ അവരുടെ താളമേള കൊഴുപ്പുകൾ കുറയുന്നു അപ്പോൾ അവരുടെ ആരാധനയും കുറയും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനമേറ്റവരാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത അനവധി ആളുകൾ ആമെ പ്രാർത്ഥന വർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ട്. അവർക്കെങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവിനെ നിറയപ്പെട്ട് മറ്റുള്ളവരെ പരിശുദ്ധാത്മാവിൽ ആരാധിപ്പിക്കാൻ കഴിയുന്നത്? അനവധി സഭകളിൽ പാട്ടുപാടുന്ന നല്ലൊരു കൂട്ടം ജനം ഈ ഇലക്ട്രോണിക്സ് വാദ്യോപകരണം വായിക്കുന്നതിൽ പലരും അഭിഷേകം പ്രാപിക്കാത്തവരാ. രക്ഷിക്കപ്പെടാത്തവർ വരെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പല സഭയിലും രക്ഷിക്കപ്പെടാത്തവർ പോലും സംഗീതോപകരണങ്ങൾ വായിക്കുന്നു. കാരണം അവർക്കൊരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ അവരാ മേളം കുറയ്ക്കുമ്പോൾ ഹല്ലേലൂയ ആത്മാവിന്റെ ശുശ്രൂഷ നിന്നു പോകുന്നു. കാരണം അവരുടെ ഉപകരണത്തിലായിരുന്ന സംഭവമില്ല. എന്നാൽ ആദിമസഭ ചെയ്തത് എന്താണ്? സംഗീത ഉപകരണങ്ങളോട് കൂടിയല്ല. ഇന്നത്തെ സംഗീത ഉപകരണങ്ങൾ വാദ്യമേളങ്ങൾ കൂടിയല്ല. അവരന്ന് ദൈവസന്നിധിയിൽ കൂടി വന്നിരുന്ന ഏകാഗ്ര ഹൃദയത്തോടെ സമർപ്പണത്തോടെ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ആമി സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവുന്ന പോലെ ദേഹരൂപത്തിലിറങ്ങി ആദിമസഭയുടെ മേൽ വന്നു. ഹല്ലേലൂയ. പെന്തക്കോസ്ത് അത്യജാലം പോലെ പ്രവർത്തിക്കുന്ന ആവുകൾ അവരുടെ മേൽ പതിഞ്ഞ് അവർ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടു. അവർ അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങിയെന്നാ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി, കർത്താവ് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിയിട്ട്, നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കിയിട്ട്, നമ്മുടെ താഴ്ചകൾ മനസ്സിലാക്കി, നമ്മുടെ പരാജയം മനസ്സിലാക്കിയിട്ട് കർത്താവ് പരിശുദ്ധാത്മാവിനെ പകരാൻ ആഗ്രഹിക്കുക. മനുഷ്യൻ എന്ന് പറയുന്നത് അനവധി തെറ്റുകുറ്റങ്ങളിലൂടെ ജീവിക്കുന്നവരാണ്. അനവധി കുറവുകൾ മനുഷ്യനുണ്ട്. ഒരിക്കലും നമുക്ക് പൂർണ്ണതയിൽ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു പൂർണ്ണ മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തിടത്തോളം കാലം ജഡത്തിൽ പാപങ്ങൾ സംഭവിക്കാം. ഹല്ലേലൂയ. ജഡത്തിൽ പാപങ്ങൾ സംഭവിക്കുമ്പോൾ അവയെ നാം മനസ്സിലാക്കിക്കൊണ്ട് ജഡത്തിന്റെ പാപങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നമ്മൾ ആത്മാവിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുമ്പോഴാണ് ദൈവം നമ്മെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടം ഒരു അന്ത്യകാല അഭിഷേകത്തിന്റെ ഒരു അന്ത്യകാല ഉണർവിന്റെ കാലഘട്ടമാണ്. സഭകളുടെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ പകരാൻ ആഗ്രഹിക്കുന്നു. ആമി സ്തോത്രം. കൗമാരക്കാരുടെ പേരും അല്ലെങ്കിൽ യൗവനക്കാരുടെ പേരും അല്ലെങ്കിൽ വാർദ്ധക്യത്തിലായിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് കർത്താവിന്റെ മഹത്വമേറെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഈ നാളുകളിൽ കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നും അനേക ആളുകളെ വിദേശ രാജ്യങ്ങളിലേക്ക് ഭൂമിയുടെ അറ്റത്തോളം അയക്കുവാൻ ആഗ്രഹിക്കുക. അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്ന പോലെ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായിത്തീരുമെന്ന് പറഞ്ഞ വചനത്തിന്റെ സാന്നിധ്യം നിന്നുപോയിട്ടില്ല. അത് ഈ കാലഘട്ടങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ എന്നോട് ചില വ്യക്തികൾ ചോദിച്ചു, അതെങ്ങനെ ഇനി അത് സംഭവിക്കുന്നത്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ നമ്മൾ കണ്ടില്ലേ? അവിടെയെല്ലാം പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ അല്ലയോ വർദ്ധിക്കുക. ക്രൈസ്തവ സമൂഹം മുഴുവൻ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ലോകരാജ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ തീവ്രവാദികൾ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ കൊന്നൊടുക്കുക. എങ്ങനെ പിന്നെ ആത്മാവിൽ നിറഞ്ഞ ശുശ്രൂഷയ്ക്ക് നമുക്ക് പോകാൻ കഴിയും? ഞാൻ ആ സഹോദരന് പറഞ്ഞു, നമ്മെ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയെടുക്കുന്നതും പരിശുദ്ധാത്മാവിനെ നമ്മളെ പകർന്ന് നമുക്ക് വാർത്തത്വം തരും നമ്മളെ അയക്കുന്നതും പരിശുദ്ധാത്മാവാണ്. കർത്താവായ യേശു ക്രിസ്തു. ദൈവം നമ്മെ അയച്ചാൽ ആ ശുശ്രൂഷ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പൗലോസിനെയും ശീലാസിനെയും ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മാവ് വേറെ ശുശ്രൂഷയ്ക്ക് അയച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് ഒരു ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അതിനൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നാം പ്രാർത്ഥനയിലേക്ക് കടന്നു വരണം, ജീവിത വിശുദ്ധിയിലേക്ക് കടന്നു വരണം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കണം. ആഗ്രഹത്തോടെ വാഞ്ചയോടെ ഏതെല്ലാം സഭകൾ അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നു അവരുടെ മേലാണ് ദൈവം പരിശുദ്ധാത്മാവിനെ പകരുന്നത്. അന്ത്യകാല ശുശ്രൂഷ ദൈവത്തിന് ആവശ്യമാണ്. കാരണം നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കണം.
കർത്താവ് നിങ്ങളെ വെറുതെ വിളിച്ചു നിർത്തിയതല്ല. ഒരു വിശ്വാസിയായിട്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. പിന്നെ എന്തിനാണ്? നിങ്ങളുടെ സ്നാനത്തോടുകൂടി, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതോടുകൂടി, നിങ്ങളുടെ തീരുമാനത്തോടുകൂടി, നിങ്ങളുടെ സമർപ്പണത്തോടുകൂടി, നിങ്ങളുടെ വിശുദ്ധിയോടുകൂടി, നിങ്ങളുടെ സ്നാനത്തോടുകൂടി യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ കയറിയുടനെ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാപന്ന പോലെ യേശുവിന്റെ ഇറങ്ങി വന്നതുപോലെ ഈ നാളുകളിൽ ദൈവം നിങ്ങളുടെ തലമുറയെ നിങ്ങളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം പകരുന്നതിനകത്ത് പ്രായമൊന്നും വിഷയമല്ല. ഈ ഭൂമിയിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്. കാരണം ഒരു ജോലി നമുക്ക് പ്രായം നോക്കും, ആ ജോലിയുടെ കാലാവധിക്ക് പ്രായം നോക്കും. ഹല്ലേലൂയ. എല്ലാം പ്രായത്തിനനുസരിച്ച്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന അധികാരം എന്ന് പറയുന്നത്, സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത്, സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ഉദ്യോഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രായത്തെ നോക്കിയല്ല, നമ്മുടെ മരണം വരെയാണ്. ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ഉദ്യോഗമാണ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27 വാക്യങ്ങൾ വായിച്ചാൽ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് തന്ന ഉദ്യോഗപ്രകാരം. ഹല്ലേലൂയ. പൗലോസ് ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തിയിട്ട് ജനത്തോട് പറയാ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. അതെ, ഇതൊരു ഉദ്യോഗമാണ് കേട്ടോ പ്രിയരെ. ഇതിന് ഇതിന് റിട്ടയർമെന്റ് ഒന്നും ഇല്ലാത്തതാണ്, മരണം വരെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലരും മരണക്കിടക്കയിലും ദൈവത്തെ സ്തുതിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. മരണക്കിടക്കയിലും ദൈവത്തെ പാടി സ്തുതിക്കുന്നത്, ദൈവവചനം വായിക്കുന്നവർ കേൾക്കുകയും ചെയ്യുന്നത്, മരണക്കിടക്കിലും തീരുമാനമെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ മരണക്കിടക്കയിലൊക്കെ കിടക്കുന്ന ആളുകൾക്ക് രക്ഷയുടെ വചനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. മരിക്കുന്ന മനുഷ്യന്റെ ആ അവസ്ഥ ഞാൻ കണ്ടിട്ടും മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അവര് ജാതീയ പശ്ചാത്തലത്തിൽ ജീവിച്ച് ദൈവമാരെന്ന് അറിയാതെ ജീവിച്ച കാലഘട്ടങ്ങളിൽ അവരോടൊക്കെ സുവിശേഷം പറഞ്ഞ കർത്താവ് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. കിടക്കയിലാണ്, എഴുന്നേക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ വീണ്ടും ആ വഴി ഒരിക്കൽ ശുശ്രൂഷ ഞാൻ എൻ്റെ വൈഫോടെ ചെല്ലുമ്പോൾ ആ വീടിന്റെ മുറ്റത്ത് വലിയ ജനക്കൂട്ടം. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവിടെ കൂടിയിരുന്നവർ പറഞ്ഞു, ആ മാഷും ചേച്ചിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ പെട്ടെന്ന് വിളിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ അവിടെ പ്രശ്നമാണെന്ന്. ഞങ്ങൾ പെട്ടെന്ന് ചെന്നപ്പോൾ അദ്ദേഹം മരിക്കുവാനുള്ള സമയമാണ്. അദ്ദേഹത്തിന്റെ പേര് ബെലായിദൻ എന്നാണ്. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തിന്റെ കട്ടിലിരുന്നു. അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുക കട്ടിലായിരുന്നു. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ഈ ലോക ജീവിതം വെടിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരാളിനെ ദൈവം വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന, പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്ന മരണക്കിടക്കിലായിരുന്നാലും ചിലരുടെ ആ സമയത്ത്, അവിടെ മരണസമയത്ത് എന്ത് ചെയ്യും? ദൈവം നമ്മളൊക്കെ അയക്കും. ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ആനന്ദ ജീവിതമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത്, പരിശുദ്ധാത്മാവ് നമ്മെ അയക്കുന്ന സ്ഥാനത്ത് നമ്മൾ കൃത്യതയോടെ കടന്നിരുന്നെങ്കിൽ അവിടെ ചില വിടുതലുകളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കഴിഞ്ഞ്, ആത്മാവ് നിറയപ്പെട്ട് ശുശ്രൂഷ ഏറ്റെടുത്ത് കഴിഞ്ഞ് പത്രോസും യോഹന്നാൻ കൂടെ സുന്ദരമെന്ന ഗോപുര ദേവാലയത്തിൽ ചെല്ലുമ്പോഴാണ് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ. ഹല്ലേലൂയ. ആ മനുഷ്യൻ 40 വയസ്സുണ്ടായിരുന്നു എന്നാണ്, 40 വയസ്സുണ്ടായിരുന്ന അടുത്ത അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ 40-ലധികം വയസ്സ് പ്രായമുണ്ടായിരുന്ന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി സുന്ദരമെന്ന ഗോപുര ദേവാലയത്തിൽ 40 വർഷം ഭിക്ഷ യാചിച്ചവൻ. ഹല്ലേലൂയ. ജനത്തിന്റെ നിന്ദകളും അപമാനങ്ങളും ഒക്കെ ഏറ്റിട്ടുണ്ടായിരിക്കും. 40 വർഷം സുന്ദരമെന്ന് ഗോപുര ദേവാലയത്തിൽ കടന്നു പോകുന്നവരെ കണ്ട്, പുരോഹിതന്മാരെ കണ്ടിട്ട് അവർക്ക് ആർക്കും കൊടുക്കാൻ കഴിയാത്തൊരു വലിയ സൗഖ്യമാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ആത്മാവിന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത പത്രോസും യോഹന്നാനും കൂടെ ആ സുന്ദരമെന്ന ഗോപുര ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഈ വിഷക്കാരൻ, ഈ മുടന്തനെ മനുഷ്യൻ വല്ലതും കിട്ടുമെന്നും കണ്ട് പത്രോസിനെ നോക്കി. അവര് പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് വെള്ളിയും പൂലും ഒന്നും തരാനില്ല, ഞങ്ങൾക്കുള്ളൂ നിനക്ക് തരുന്ന യേശുവിന്റെ നാമത്തിൽ എഴുതിട്ട് നടക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ കൈക്ക് പിടിച്ച് വീഴുന്ന അവൻ നരിയാണി ഉറപ്പിച്ച് തണന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചെന്ന അതേ പരിശുദ്ധാത്മാവിനാൽ പത്രോസ് നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് രോഗശാന്തി വെളിപ്പെട്ടു. 40 വർഷം മുടന്തനായ മനുഷ്യൻ വിടുതൽ പ്രാപിച്ചു. ഹല്ലേലൂയ. തുടർന്ന് പത്രോസിന്റെ ശുശ്രൂഷയിൽ പക്ഷപാതം പിടിച്ച ഐനിയാസിന് സൗഖ്യം കൊടുക്കുന്നതും, തബീത എന്ന് പറയുന്ന മരിച്ചുപോയി കുട്ടിക്ക് ജീവൻ കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളാലും ദൈവം തന്നെ ശുശ്രൂഷ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളതാണ്.
സൂക്ഷിക്കും മഹത്വം എടുത്താതെ ശ്രോതാവേ, ഈ കാലഘട്ടത്തിൽ ദൈവം ചില രോഗികളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുക. ചില പക്ഷപാതക്കാരും ചില മുടന്തരെയും ഒരു ഉയർപ്പിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ മനുഷ്യനെ പോലും ഉയർപ്പിക്കുന്ന ശുശ്രൂഷ ദൈവം തന്റെ സഭയിൽ തന്റെ മക്കളിൽ പകരാൻ ആഗ്രഹിക്കുക. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഞാൻ അങ്ങനെ വിശ്വസിക്കും. കാരണം സ്മിത്ത് വിഗിസ്വർത്ത് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. സ്മിത്ത് വിഗിസ്വർത്തിന്റെ ശുശ്രൂഷയ്ക്കകത്ത് 21 പേരെ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു വന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ പുസ്തകം വായിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ പരിശുദ്ധാത്മാവിന് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിലും ഒരു ഉയർപ്പിന്റെ ശുശ്രൂഷ ദൈവം തരാൻ വിശ്വസനാണ്. പക്ഷെ ഒരു ഉയർപ്പിന്റെ ശുശ്രൂഷ പ്രാപിക്കണമെങ്കിൽ, അത് വെളിപ്പെടണമെങ്കിൽ, സഭയ്ക്കകത്ത് പ്രായോഗികമാകണമെങ്കിൽ, അത് തലമുറയിൽ ദൈവം പകരണമെങ്കിൽ, നമ്മളിൽ പകരണമെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം നമ്മൾ ക്രമീകരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയം ദൈവത്തോട് പറ്റുമ്പോഴാണ് അവന്റെ ഹൃദയത്തിൽ അങ്കുരിച്ച ആ ശുശ്രൂഷ നമ്മളിൽ വെളിപ്പെടുത്തത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിന് അനുരൂപനായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതി പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ലോകത്തിന് അനുരൂപനായി ആകാൻ പാടില്ല. നമ്മൾ ദൈവത്തെ മാതൃകയാക്കണം. അല്ലേ? അതുകൊണ്ടാണ് യേശു പറയും, ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. ലേലിയ. കർത്താവിനെ വെറുതെ അങ്ങ് അനുഗമിക്കാൻ പറ്റത്തില്ല. കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ തന്നെത്താൻ ത്യജിക്കുക. ജീവിതത്തിലുള്ള ജഡത്തിലുള്ള നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന സകലത്തിൽ ത്യജിച്ച് തൻ്റെ ക്രൂശ്, കർത്താവിൻ്റെ ക്രൂശ് എടുത്ത് നമ്മൾ യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്ത് ശുശ്രൂഷ വെളിപ്പെടുന്നത്. അതിൽ കുറെ കഷ്ടം സഹിക്കണം, ത്യാഗം സഹിക്കണം, ഹല്ലേലൂയ. വേദനകളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അത് ഈ കാലഘട്ടത്തിൽ ലോകമെമ്പാടും 7 ഭൂഖണ്ഡങ്ങൾക്കകത്ത്, തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്കൻ രാജ്യങ്ങൾക്കകത്ത് 800-ലധികം കോടി ജനങ്ങൾ താമസിക്കുമ്പോൾ, എണ്ണത്തിൽ പെടാത്തവരൊക്കെ കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഒരു വലിയ ഉണർവ് ദൈവം നാളുകൾ അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഈ സമയം തരുന്നത് എന്താണ്? കുറെ ആളുകളുടെ പേരും കൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാനുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ലോകാവസാനിക്കാൻ തുടങ്ങി. ലോകാവസാനമായി യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും പേമാരികളും കൊടുങ്കാറ്റുകളും വെള്ളപ്പൊക്കങ്ങളും മലയിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളും ഇടിവെട്ടലുകളും ഒക്കെ കാണുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നത് കാണുമ്പോൾ, ഹല്ലേലൂയ, മനുഷ്യൻ പറഞ്ഞ എല്ലാത്തിൻ്റെയും അവസാനമായി ലോകം അവസാനിക്കാൻ സമയമായി എന്നൊക്കെ എന്നെ കേൾക്കുന്നപ്പോൾ അങ്ങനെയൊക്കെ ലോകം അവസാനിക്കാൻ പണ്ട് തൊട്ട് ഇത് അവസാനിക്കുക. പൗലോസിന്റെ കാലഘട്ടത്തിൽ തൊട്ട് ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തൊട്ട് ഇതിനെക്കുറിച്ച് സന്ദേശങ്ങൾ ഇടുന്നത്. പക്ഷേ ദൈവം ഇതുവരെ ലോകത്തിന് ഒരു അവസാനം തരാത്തതിനെ കാരണം ദൈവത്തിന് ശക്തമായി ഉണർവഹിക്കാനുണ്ട് ഭൂമി. അതാണ് 2 പത്രോസ് ലേഖനം നമ്മൾ 3-ാം അധ്യായം വായിക്കും. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ നമ്മോട് ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലുകെട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന സകല ജനങ്ങളും, അവർ ഏത് മതക്കാരായിരുന്നാലും, ഏത് മതവിശ്വാസികളായിരുന്നാലും, ഏത് ദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നാലും അവർ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം. അപ്പൊ ഏത് സമുദായത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടി നമ്മുടെ കർത്താവ് നമ്മോട് ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ പ്രഭാതം കൂടെ നമുക്ക് കിട്ടിയത്. ഈ സുവിശേഷം അനേകരുടെ കാതുകളിൽ എത്തക്കത്തക്ക നിലയിൽ ഈ സുവിശേഷം വിളിച്ചു പറയുവാൻ അനേക ജാതികൾ മാനസാന്തരപ്പെട്ട് ദൈവവചനത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ള ജീവിതം നയിപ്പാൻ, ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തീരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രഭാതം കൂടെ നമുക്ക് തന്നത്. അല്ലേ? ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് യേശു സ്നാനമേറ്റു വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ, ഹല്ലേലൂയ, സ്വർഗം തുറന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് പ്രാവെന്ന പോലെ, ഹല്ലേലൂയ, പ്രാവെന്ന പോലെ അവന്റെ മേൽ വരുന്നത് യോഹന്നാൻ കണ്ടു എന്ന് പറയുന്ന സാക്ഷ്യത്തെ നമ്മൾ വിശ്വസിക്കണം. അപ്പം പരിശുദ്ധാത്മാവിനെ നമ്മൾ വിശ്വസിക്കണം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ആ വിശ്വാസമാണ് നമ്മെ ആത്മീയജീവിതത്തിൽ നടത്തുന്നത്. അപ്പൊ ഇവിടെ സ്തോത്രം, രൂപാന്തരം മലിൽ വെച്ച് യേശു പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തിന് ദൈവദൂതൻ ഇറങ്ങി വന്നു അവനെ ബലപ്പെടുത്തി. പ്രാർത്ഥിക്കുന്നവർക്ക് തീർച്ചയായും ആകാശം തുറക്കപ്പെടും. ഹല്ലേലൂയ. അവരുടെ മേൽ പ്രാമാകുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും.
അപ്പം മറുരൂപമല വെച്ച് അല്ലരിയ രൂപാന്തരം വിളിച്ച് യേശു പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. ഗെത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന ചോരത്തുള്ളി പോലെ ആയപ്പോൾ യേശുവിനെ ബലപ്പെടുത്തുവാൻ വേണ്ടി സ്വർഗം തുറന്നു. ഒരു ദൂതൻ ഇറങ്ങി വന്നു. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിവെച്ച്, നിന്റെ തിരക്കൊക്കെ മാറ്റിവെച്ച്, നിന്റെ പദവികളൊക്കെ നീ തന്നെ മനസ്സിലാക്കേണ്ടത്, പദവികൾ നീ വെളിപ്പെടുത്താൻ വിടുങ്ങാതെ, നിന്റെ നന്മകളും പാരമ്പര്യങ്ങളും നിന്റെ കഴിവൊന്നും പറയാതെ നീ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ഗെത്സമനത്തോട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തോളം ദൂതൻ ഇറങ്ങി വന്നതുപോലെ, മറുരൂപം വരെ യേശുവിനെ ദൈവ പ്രത്യക്ഷമായ സ്വർഗം തുറന്നതുപോലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന മധ്യേ സ്വർഗം തുറക്കുക തന്നെ ചെയ്യും. വിശ്വസിക്ക് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് അതേ മറുരൂപമലയിൽ യേശുവിന്റെ സ്വർഗം തുറന്നു. ഗെത്സമനിൽ യേശുവിന്റെ പ്രാർത്ഥനകളിൽ സ്വർഗം തുറന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥന മധ്യേ ദൈവ സ്വർഗം തുറക്കാൻ പോവുകയാണ്. അല്ലേ? അപ്പം ദൈവാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാർഗിവനെ പോലെ അസാധാരണമായ ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മെ പണിതെടുക്കും. അല്ലേലിയ. ഞാൻ പറയട്ടെ, സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്ക് ഈ ലോകത്തിന്റെ ജട്ടിക തുറന്നെടുപ്പ് സകല അശുദ്ധിയിലും ജീവിച്ചിരുന്ന എൻ്റെ ജീവിതത്തെ ദൈവത്തിന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ്, എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിന്റെ പാപത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ, അല്ലേലിയ, അവരിൽ കുറച്ചു പേരെ കൂടെ ദൈവത്തിന് ആവശ്യമാണ്. ചിലരുടെ പേര് കൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ദൈവം ചിലരെ ആത്മാവിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. അപ്പൊ ലോകം മുഴുവൻ പാപത്തിലാണ്. നമ്മൾ കണ്ടിരിക്കുന്ന മധ്യപ്രദേശ് മുഖ്യമന്ത്രി ക്രൈസ്തവ ജനത്തിനെതിരെ ആക്രോശത്തോട് എഴുന്നേക്കുന്നത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾക്കകത്ത് നമ്മൾ കണ്ടില്ലേ? അതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഇതൊക്കെ സംഭവിച്ചാൽ ദൈവസഭയെ തകർക്കുവാൻ ഒരു സംസ്ഥാനത്തിനോ ഒരു രാജ്യത്തിനോ കഴിയത്തില്ല. ലോക രാജ്യങ്ങൾ ഒന്നടങ്കം എഴുന്നിട്ട് ഇസ്രായേൽ ജനത്തെ തകർക്കുവാൻ തന്ത്രങ്ങൾ നിറഞ്ഞ് യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, യുദ്ധതന്ത്രങ്ങൾ എല്ലാം പറഞ്ഞ് ലോക സാമ്യ ശക്തികൾ ഒന്നിച്ച് ഐക്യത്തോടുകൂടി ഒന്നിച്ച് പൊരുതി ഇസ്രായേലിനെതിരെ അല്ലേലൂയ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? പൊരുതിയ രാജ്യങ്ങളിലും പരാജയപ്പെട്ട് മാളത്തിലേക്ക് എലി ഒളിക്കുന്നത് പോലെ ഒളിച്ചു. പക്ഷെ ദൈവജനം തലമുറന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സ്തോത്രം നമ്മൾ പറഞ്ഞത്, നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നതിനാകുന്നെന്ന്. അല്ലെങ്കിൽ നമ്മൾ 3-ാം സംഗീതം 3-ാം വാക്യം വായിക്കുന്നത് എത്ര യാഥാർത്ഥ്യ ദൈവമാക്കി കുറിച്ച്. നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നു. അതായത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും രാജ്യങ്ങൾ ഒന്നടങ്കം ഐക്യതയോടെ ദൈവജനത്തിനെതിരെ എഴുന്നേൽക്കുമ്പോൾ ദൈവം നമ്മുടെ പരിചയം മഹത്വം നമ്മുടെ ത്വല ഉയർത്തുന്നതിനായി നമ്മോട് കൂടെയിരിക്കും. നമ്മൾ എവിടെയും തല ഉയർത്തി നിൽക്കും. രക്തം ചെയ്യും. സുവിശേഷത്തെ തകർക്കുവാൻ, അടച്ചുപൂട്ടാൻ ഈ ലോകത്തിൽ ഒരു ഭരണ സംവിധാനം കഴിയില്ലെന്ന്. ഈ ലോകം നശിപ്പിക്കുവാൻ വേണ്ടി ഓരോ രാജ്യങ്ങളും പണിത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച അണുബോംബുകൾ കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ബൈബിളെല്ലാം കൂടെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ കൂട്ടിയിട്ട് അല്ലെങ്കിൽ തീ കത്തിച്ചു. എന്നാൽ ബൈബിൾ വേഗാതെ എത്രയോ പേർക്ക് കിട്ടി. ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയും. എൻ്റെ സഭയ്ക്കകത്ത് ഇപ്പോൾ ഞാൻ സഭയ്ക്കകത്ത് ഒരു 5 ബൈബിൾ വെച്ചിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഈ ബൈബിൾ എടുത്ത് മേശ വെക്കും. കാരണം ബൈബിൾ ഇല്ലാതെ വരുന്നവർക്കും മൊബൈലും കൊണ്ട് വരുന്നവർക്കും ഈ ബൈബിൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെടുക്കാൻ വേണ്ടിയിട്ട് അതിവിടെ ശീലമാണ്. ഈ 5 ബൈബിൾ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2018 വെള്ളപ്പൊക്കത്തിൽ മുഴുവൻ വെള്ളം കയറി നശിച്ച് ആ വെള്ളത്താൽ നശിക്കപ്പെട്ടു പോയ ബൈബിളാണ്. അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റിക്കളഞ്ഞ് ഇനി അത് എന്ത് ചെയ്യും, എങ്ങനെ അത് ഉപയോഗിക്കും, എങ്ങനെ അത് അത് പ്രായോഗികമായി കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് പെട്ടിക്കണക്കിന് ബൈബിൾ ഇരിക്കുമ്പോഴാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് ബൈബിൾ കൊണ്ടുവന്നു. ചെടി പിടിച്ചൊക്കെ ഇരിക്കുന്നില്ലേ, ഞാനത് കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എൻ്റെ പേപ്പറുകളെല്ലാം നിവർത്ത് എല്ലാം ഓരോന്നോരായിട്ട് വേർതിരിച്ച് കുറെ പണിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് ആ ബൈബിൾ തുറന്നപ്പോൾ ഒരു കേടുപാടുമില്ലാതെ 2018 വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയ പെട്ടികൾ ബൈബിൾ ഒരു കേടും കൂടാതെ ഇന്ന് എൻ്റെ സഭയിൽ ഇരിപ്പുണ്ട് കേട്ടോ. ബൈബിളൊന്നും നശിപ്പിക്കാൻ പറ്റത്തില്ലെന്നേ. അത്ര ദൈവത്തിന്റെ കരുതലാണ്. ദൈവത്തിന്റെ വചനം, ബൈബിൾ എന്ന് പറഞ്ഞ ദൈവ വചനം, അത് ജീവന്റെ വചനമാണ് അകത്ത് എഴുതിയിരിക്കുന്നത്. അതിനെ വെള്ളത്തിന് മുക്കിക്കളയാൻ കഴിയത്തില്ല, തീക്ക് കരിച്ചു കളയാൻ കഴിയത്തില്ല. അത് ആത്മാവിന്റെ തീയാ.
അല്ലെ? ആത്മാവിന്റെ തീയെ നശിപ്പിക്കുവാൻ ഭൂമിയിലെ അന്യാത്തിക്ക് കഴിയത്തില്ലെന്ന്. അതുകൊണ്ടാണ് ബൈബിളൊക്കെ കത്തിച്ചെടുത്തൊന്ന് ബൈബിൾ ജീവനോടെ ആ കത്തിയ ആമ അതിനകത്ത് എഴുതിട്ട് പുതിയതായിട്ട് കിട്ടുന്നതിന്റെ കാരണം എന്തോ? ആത്മാവിന്റെ തീയാകുന്ന വചനം എഴുതി വെച്ചിരിക്കുന്ന ബൈബിള് ലോകത്തിന്റെ അജ്ഞാനയോട് കത്തിക്കാൻ കഴിയത്തില്ല. പ്രളയം എത്ര വലുതായാലും പ്രളയം എത്ര ശക്തിയായിരിക്കും വന്നാലും ബൈബിളുകൾ മുഴുവൻ ഒഴുകിപ്പോയാലും ആ ബൈബിളുകൾ വീണ്ടും അതിന്റെ മഹത്വത്തോടെ നമുക്ക് തിരിച്ചു കാണാൻ കഴിയും. എന്റെ ജീവിതത്തിൽ സാക്ഷി എന്റെ ജീവിതത്തിലുണ്ട് ബൈബിൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിന്നെ തകർക്കുവാൻ, നിന്നെ ഉടയ്ക്കുവാൻ, നിന്നെ നശിപ്പിക്കാൻ, രോഗിയാക്കുവാൻ, നിന്നെ തള്ളിയിടുവാൻ, നിന്നെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയാൻ പിശാചി പല തന്ത്രങ്ങൾ വന്നാലും ആത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവാകുന്ന തീ നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. യേശു സ്നാനമേറ്റ ഉടനെ യേശു മരുഭൂമിയിലേക്ക് നടന്നു, അല്ലെങ്കിൽ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ യേശു 40 നാളിൽ പരീക്ഷകൻ അടുത്ത് വന്നിട്ട് നീ ദൈവപുത്രനെ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കാൻ അല്ലേരിയ. അപ്പം പരീക്ഷ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടുന്ന വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് മത്തയി 4 വായിക്കുന്നുണ്ട്. കാരണം ആത്മാവിൽ നിറയപ്പെട്ടവൻ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവൻ, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്ന ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന യേശുവിനെ പരാജയപ്പെടുത്തുവാൻ ലോകശക്തിക്ക് സാത്താന് കഴിഞ്ഞില്ല. സാത്താന് 1, 2, 3 പരീക്ഷകൾ കഴിഞ്ഞിട്ട് അവൻ പരാജിതനായി മടങ്ങി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ മേൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലാ നിറയപ്പെടണമെങ്കിൽ നിന്നെ തകർക്കുവാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ല. നമ്മുടെ ഈ കഷ്ടതയിലും നമ്മുടെ ഈ വേദനയും ദുഃഖങ്ങളിലും ഒക്കെ നമുക്കൊരു ആശ്വാസം പകരുന്ന പരിശുദ്ധാത്മാവാണ്. വേദനയോടെ ഇരിക്കുന്നത്, ഞാൻ പലപ്പോഴും വേദനയോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ കടന്നു പോകാറുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വേദനിക്കുന്ന സമയങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ ആശ്രയിക്കും, പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തി ശക്തീകരിക്കും. എല്ലാം സാരമില്ലെന്ന് പറഞ്ഞ് നമ്മെ സ്വാതന്ത്ര്യപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. നമ്മുടെ ദുഃഖവേളകളിൽ, സങ്കടവേളകളിൽ നമ്മൾ രോഗിയായി മാറുമ്പോൾ, എതിർപ്പുകൾ കടന്നു വരുമ്പോൾ, നിന്ദകൾ കടന്നു വരും, അപമാനം കടന്നു വരും, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, എല്ലാവരും നമ്മെ കൈവിടുമ്പോൾ, സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാം മാറി നിൽക്കുമ്പോൾ, സഹായിച്ച കരങ്ങളെല്ലാം പുറകോട്ട് വലിക്കുമ്പോൾ, നമ്മെ സ്നേഹിച്ചവരൊക്കെ നമ്മെ കാണുമ്പോൾ മിണ്ടാതെ പോകുമ്പോൾ, പരിശുദ്ധാത്മാവ് അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കും. അല്ലേരിയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ. 66-ാം അധ്യായം വായിക്കുന്നുണ്ട്. അമ്മയെ ആശ്വസിക്കുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കുമെന്ന് പ്രവാചകനിലൂടെ അരുളിച്ചത് ദൈവത്തിന്റെ വചനം പുതിയ നിയമസഭയ്ക്ക് എത്ര യാഥാർത്ഥ്യമാണ്. ശ്രോതാവേ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്റെ രോഗക്കിടയിൽ ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നിന്റെ സാമ്പത്തിക ഞെരുക്കത്തിന് ദൈവത്തിന് ആശ്വസിപ്പിക്കാൻ കഴിയും. നിന്റെ ജീവിത പ്രതികൂലത്തിന് നടുവിലും അല്ലേരി. അതുകൊണ്ടാണ് നമ്മൾ ഈ രോഗികളൊക്കെ സന്ദർശിക്കുമ്പോൾ നമ്മളവരോട് ദൈവത്തിന് വചനമൊക്കെ പറഞ്ഞ് തീരുമാനമൊക്കെ എടുപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർ പറയും, എൻ്റെ പാസ്റ്ററെ ഒരു നല്ല ആശ്വാസമുണ്ട്. അല്ലേരി, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്നെങ്കിൽ പിന്നെ അവരെ വിളിച്ചിട്ടുണ്ട്, പാസ്റ്ററെ വലിയ ആശ്വാസമായി, സൗഖ്യമായി, ആ രോഗം പിന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേരി. കാരണം അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. അല്ലേരിയ. എൻ്റെ സമയസ്തോത്രം, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു അറ്റാക്ക് വന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് അറ്റാക്കിന്റെ പല ലക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർ പല മരുന്നുകളും ഡോക്ടറൊക്കെ കണ്ടു. അല്ലേരിയ. ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലേരിയ. പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ രോഗത്തിന് ആശ്വാസം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലേരിയ. പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സഭ ഒരു വർഷങ്ങളായിട്ട് ഇന്ന് ജീവിക്കുന്നുണ്ട്. എൻ്റെ സഭയിലുണ്ട് കേട്ടോ. അല്ലേരിയ. ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയുന്നേ. ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും. നമ്മുടെ കുറവുകളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ സമ്മതിക്കണം. അല്ലേരിയ. നമ്മുടെ കുറവുകൾ സമ്മതിച്ച്, നമ്മുടെ ബലഹീനതകൾ സമ്മതിച്ച്, നമ്മുടെ പരാജയങ്ങളെ സമ്മതിച്ച്, നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മളത് സമ്മതിക്കണം, അംഗീകരിക്കണം. അംഗീകരിച്ചിട്ട് നമ്മൾ ദൈവത്തോട് കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്. അങ്ങയുടെ സന്നിധി നിൽക്കുവാൻ യോഗ്യമല്ലാത്ത വിധത്തിൽ എൻ്റെ ശരീരത്തിനും ജഡത്തിനും മനസ്സിനും ഹൃദയത്തിലൂടെ പാപത്തിന്റെ ചിന്തകൾ കടന്നു പോകുന്നു, പാപമോഹങ്ങൾ കടന്നു പോകുന്നു, പാപത്തിന്റെ ഉല്ലാസങ്ങൾ എൻ്റെ ജീവിതത്തെ തകർക്കുന്നു. അങ്ങയിൽ അകറ്റിക്കളയുന്ന വിധത്തിലുള്ള സാത്താനെ തകർക്കുന്നു. ഞാൻ ജഡത്തിൽ പാപം ചെയ്തിരിക്കുന്നു, എനിക്ക് മാപ്പ് നൽകണമേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറച്ചെന്ത് ചെയ്തു? നമ്മെ ആശ്വസിപ്പിക്കും. നമ്മുടെ കുറവുകൾ സമ്മതിക്കണം. അല്ലേരിയ. ഇന്ന് പലർക്കും അവരുടെ കുറവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല.
ഹല്ലേലൂയ. അത് ഞാൻ പലപ്പോഴും ദൈവത്തിന്റെ വചനമൊക്കെ പ്രസംഗിക്കുമ്പോൾ പലരുടെയും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, കുറവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്കത് സമ്മതിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം അവരതിനെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ, നമ്മുടെ സ്വമേധ പാപങ്ങളെ, നമ്മുടെ രഹസ്യ പാപങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തും. എല്ലാം അവൻ്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നുള്ളതാണ്. നമുക്ക് മനുഷ്യരെ മറയ്ക്കാം, മാതാപിതാക്കളെ മറയ്ക്കാം, സഭയെ മറയ്ക്കാം, പാസ്റ്ററെ മറയ്ക്കാം, അധികാരികളെ നമ്മുടെ മറയ്ക്കാം. നമുക്ക് പാപം ഭൂമി എല്ലാവരും മറച്ച് നടക്കാം. പക്ഷേ അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുള്ള മുമ്പിൽ നമ്മുടെ പാപത്തെ മറച്ച് ജീവിക്കാൻ നമുക്ക് കഴിയില്ല. ഹല്ലേലൂയ. അവൻ നമ്മൾ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുകളവൻ. ഹല്ലേലൂയ. അവന്റെ കണ്ണ് നഗ്നം മറന്നുമായി കിടക്കും. അവരുമായിട്ട് നമുക്ക് കാര്യം ഇബ്രാഹിം 4:13 പറയുന്നത്. അപ്പൊ നമുക്ക് ദൈവത്തെ മറച്ച് പാപം ചെയ്യാൻ പറ്റത്തില്ല. അത് നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ വശീകരണ ശക്തികൾക്കകത്ത് നീ വീണിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവ് പിതാവേ, നിനക്ക് പറയാൻ കഴിയുമോ, അപ്പാ ഞാൻ തെറ്റിപ്പോയി, എന്റെ ജീവിതത്തിൽ പാപം വന്നുപോയി, ഞാൻ പാപത്തിൽ വീണുപോയി, എനിക്കൊരു മാപ്പ് നൽകണമെന്ന് പറയുകയാണെങ്കിൽ നിന്റെ മദ്യപാനമാണ് ദൈവം വിടിവിക്കും. ആമേ പുകവലിയും ദൈവം വിടിവിക്കും. നിന്റെ വെറ്റിലെ ദൈവം വിടിവിക്കും. പാൻമസം തമ്പാക്കുകളിൽ നിന്ന് ലഹരിയിൽ ദൈവം നിന്നെ വിടിവിക്കും. അസന്മാർഗമായ ചെടിക്ക് വ്യഭിചാര ജീവിതത്തിൽ ദൈവം നിന്നെ വിടിവിക്കും. നിന്റെ ആക്രാന്തപരമായ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങളെ ദൈവം നീക്കി തരും. ഹല്ലേലൂയ. നമ്മുടെ കുറ്റം തുറന്ന് സമ്മതിക്കണം. പക്ഷെ നമ്മുടെ കുറ്റം തുറന്ന് സമ്മതിക്കാനാണ് പലർക്കും മടിയെന്ന് പറയുന്നത്. ശുശ്രൂഷയ്ക്കകത്ത് ഒരു പാപത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഒരു കുടുംബത്തെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ അതിനെ സമ്മതിച്ച് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്കെതിരെ, സഭയ്ക്കെതിരെ ആമെ കൈ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ആക്രോശത്തോടെ ഹല്ലേലൂയ അവരുടെ തെറ്റുകൾ വെളിപ്പെടുത്തുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരനേ, നമ്മുടെ തെറ്റുകളെ നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മൾ തിരുത്താൻ തയ്യാറാകണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നത്. ശുശ്രൂഷയിൽ നമ്മെ നിർത്തുന്നതൊക്കെ മറ്റുള്ളവർക്ക് നമ്മളൊരു പാഠപുസ്തകമാണ്. നമ്മൾ ജനിച്ച് വന്ന കാലഘട്ടത്തിൽ നമുക്കൊരു ഒരു 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ള പ്രായമായി കഴിഞ്ഞപ്പോൾ നമ്മളെ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തി. അപ്പം പണ്ട് ആനെ ആശാന്റെ കീഴിൽ പിന്നെ നമ്മൾ അവിശ്വാസം 1-ാം ക്ലാസ്സിലേക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ നേഴ്സറി കഴിഞ്ഞ് LKG UKG കഴിഞ്ഞ് 1-ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു പാഠപുസ്തകം കിട്ടും. പാഠം 1 തറ പറ തന വല എന്നൊക്കെ പഠിപ്പിക്കുന്നത് അന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ കാലത്ത് കൊണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് അങ്ങനെ നമുക്കൊരു നമ്മൾ ആ പാഠപുസ്തകത്തിൽ നോക്കിയാണ് പിന്നെ പഠിച്ചു തുടങ്ങിയത്. എന്ന് പറഞ്ഞ പോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എല്ലാവരുടെ മുമ്പിൽ ഒരു പാഠപുസ്തകമാണ്. ഹല്ലേലൂയ. പാഠം നിന്നെ നോക്കി ഓരോരുത്തർ പഠിക്കും. നീ ചെയ്യുന്ന, നീ പ്രവർത്തിക്കുന്ന, നീ സംസാരിക്കുന്ന, നീ പോകുന്ന വഴികൾ എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുക. നീ ഒരു തുറന്ന പുസ്തകമായിട്ട് വിശുദ്ധിയോടെ നിന്നെ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ മാത്രമേ നിന്നെ മറ്റുള്ളവർ അനുഗമിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ, പാപ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളെ ഓരോരുത്തരും വായിക്കുമ്പോൾ അവർ പറയും, ഓ അവന്റെ സ്വഭാവം, അവളുടെ സ്വഭാവം പാപത്തിൽ നിറയപ്പെട്ടവന്റെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാവും എന്ന് നമ്മളെ കുറ്റപ്പെടുത്താതെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ദൈവാത്മാവ് പ്രാപുന്ന പോലെ ഇറങ്ങി യേശുവിനെ വന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മറ്റുള്ളവർക്ക് നമ്മളൊരു പാഠപുസ്തകമായി മാറണം. അവർ നമ്മളെ കണ്ട് പഠിക്കണം. ഹല്ലേലൂയ. നമ്മളിലുള്ള ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സന്തോഷം, ക്രിസ്തുവിന്റെ സമാധാനം, ഹല്ലേലൂയ, ക്രിസ്തു നമുക്കുന്ന ആശ്വാസം, പ്രത്യാശയൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് നൽകി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളുടെ കുടുംബത്തിൽ ഹല്ലേലൂയ തുടങ്ങണം. കുടുംബത്തിൽ തുടങ്ങണം. കുടുംബ ജീവിതത്തിൽ തുടങ്ങണം. നാമെ കൂട്ടുകുടുംബങ്ങൾക്ക് തുടങ്ങുന്ന, സഹോദരങ്ങൾ തമ്മിൽ ജീവിക്കുന്ന കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരുവനുണ്ടെങ്കിൽ അവന്റെ ജീവിതം സൗമ്യതയിൽ അല്ലായിരിക്കും. അവൻ മറ്റുള്ളവർക്ക് അത് നൽകി കൊടുക്കാൻ ആഗ്രഹിക്കും. അവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാ, നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രാവ് എന്ന് വിളിക്കുന്നു. അവനെ കഴുകനോട്, കാക്കയോടോ മയിലിനോടോ മറ്റു യാതൊരു പക്ഷിയോടോ സാമ്യപ്പെടുത്തിയിട്ടില്ല. പരിശുദ്ധാത്മാവിനെ പ്രാവിനോട് സാമ്യപ്പെടുത്തി. പ്രാവ് നിഷ്കളങ്ക ജീവിയാ. അല്ലാതെ പരിശുദ്ധാത്മാവിനെ കഴുകനോടോ കാക്കയോടോ മയിലിനോടോ മറ്റ് യാതൊരു പക്ഷികളോടോ ഉപമിക്കാതെ സാമ്യം പറയാതെ പരിശുദ്ധാത്മാവിനെ പ്രാവിനോട് പറയുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാവ് വിശുദ്ധിയും ശ്രേഷ്ഠതയും സൗമ്യതയുമുള്ള പ്രാവാണ്, ഉള്ളതാണ് പ്രാവ്. അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്നാണ് പ്രാവ്. മാത്രമല്ല സ്തോത്രം, കയ്പില്ലാത്തതും നിഷ്കളങ്കവും വിവേകമുള്ളതാകുന്ന പ്രാവ്. പ്രാവിന്റെ കണ്ണുകൾ സ്തോത്രം, പ്രാവിന്റെ കണ്ണുനീർ നിറഞ്ഞത്, പ്രാവിന്റെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞതാകുന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ ആകാശത്തിൽ ഇറങ്ങി വന്നു. പ്രാവെന്ന് പറഞ്ഞ പ്രാവിനെ എല്ലാവരും ഇഷ്ടപ്പെടും. വളരെ നിഷ്കളങ്കം നിറയപ്പെട്ടതാണ്.
വളരെ സത്യസന്ധമായ അശുദ്ധ സ്ഥലത്ത് പോയിരിക്കാത്ത വിശുദ്ധി മാത്രം ആഗ്രഹിക്കും പ്രാവിന്റെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കാമെങ്കിൽ ഇപ്പോഴും കണ്ണുനീർ തുളുമ്പിയിരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം പരിശുദ്ധാത്മാവിന്റെ പ്രാവ് എന്ന പോലെ അയച്ചെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ ആകാശത്തിൽ നിന്ന് ഇറങ്ങി യേശുവിനെ വന്നതുപോലെ ആ പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങളുടെ മേൽ പകരാൻ ആഗ്രഹിക്കുക. ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണുനീർ കൊണ്ട് നിറയപ്പെടാൻ തുടങ്ങും. കണ്ണുനീർ കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഭർത്താവിന്റെ മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, നിന്റെ അയൽപക്ക കുടുംബങ്ങൾക്ക് വേണ്ടി, നിന്റെ ബന്ധുപുത്രാദികൾക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാവിന്റെ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ വീട് വന്നു കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകളെ കണ്ണുനീർ കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ആത്മഭാരം തരും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ആത്മഭാരത്തോടെ ദൈവസനി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പ്രാമാകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവുമായി അവൻ 30 സംവത്സരം യേശുക്രിസ്തു 30 സംവത്സരം ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് അവൻ യാതൊരു ശുശ്രൂഷയും ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിന് 30 വയസ്സ് വരെ ഒരു ശുശ്രൂഷയും ചെയ്തിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് യേശുവിനെ വന്നു കഴിഞ്ഞ 3.5 വർഷം യേശു അത്ഭുതങ്ങൾ, അടയാളം, വീര്യപ്രവർത്തനം ചെയ്ത് തന്റെ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. സ്തോത്രം. ഹൃദയം തകർന്നവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 വാക്യം പറയുന്ന പോലെ ആ വചനം പ്രവാചകൻ പറഞ്ഞ വാക്ക് എന്താണ്? യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ പേരിൽ ഇരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറി കെട്ടുവാൻ, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അറിയിപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നമുക്ക് ലൂക്കോസ് സുവിശേഷമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. അപ്പം പ്രാവിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശുശ്രൂഷയ്ക്ക് ശക്തമായി ഒരുക്കുക. അത് മാത്രമല്ല, ദൈവം തന്റെ ആത്മാവിനെ അളവ് കൂടാതെ നൽകുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 3:34 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടി ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ അപ്പോസ്തലനായ പൗലോസ്. ഹല്ലേലൂയ. സ്തോത്രം. തന്റെ ശുശ്രൂഷയിലും പത്രോസിന്റെ ശുശ്രൂഷയിലും ഒക്കെ ആദിമസഭയിലൊക്കെ ശുശ്രൂഷ വെളിപ്പെടുന്നു കാണാൻ കഴിയും. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 10:38 വായിച്ച വഴി. അപ്പൊ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ലൂക്കോസ് സുവിശേഷം 24:49 നിങ്ങൾ ഉയർന്ന ശക്തി ഇരിക്കുവോളം നഗരത്തിൽ പാർപ്പെന്ന് പറഞ്ഞ, അപ്പോൾ ഉയർന്ന ശക്തി നഗരത്തിൽ പാർപ്പെന്ന് പരിശുദ്ധമയെ പറഞ്ഞ യേശു ശിഷ്യന്മാർ എല്ലാവരും മാളികയോടിൽ വന്ന് 120 പേർ അടങ്ങുന്ന ഒരു സംഘം ഒന്നിച്ച് കാത്തിരുന്നു. ദൈവത്തോട് പറഞ്ഞു, എന്താ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം യഹൂദി എല്ലാവരും ശമിക്കും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളായിത്തീരുന്ന ആ വചനം പെന്തക്കോസ്താളിൽ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം അപ്പോസ്തലന്മാരെ ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അത് നമ്മൾ വായിച്ചു വരുന്നത് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വന്നതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആത്മാവിൽ ജീവിക്കാൻ പരിശുദ്ധന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്റെ ആത്മാവിന് പകരാൻ ആഗ്രഹിച്ചു. ഒരു അന്ത്യകാല ഉണർവ് അത് നിന്നിൽ ആരംഭിക്കാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ തലമുറയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിൽ നിന്ന് വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ മുഖാന്തരം സഭയ്ക്കകത്ത് ദേശത്തിന് ഉണർവ് തരുവാൻ ദൈവം ആഗ്രഹിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ പ്രാവിന്റെ കണ്ണുകൾ കണ്ണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ നിന്നെ ആത്മാവിൽ നിറച്ച് നിന്റെ കണ്ണിൽ കൂടെ കണ്ണുനീരിന്റെ ഒരു പ്രാർത്ഥന, കണ്ണുനീർ മറ്റവർക്ക് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ദൈവം നിന്നെ ഒരുക്കുക. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി യുവതം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ അന്യസ്ഥാനത്തുള്ള ഞങ്ങളുടെ കേരളത്തിൻ്റെ 145 കോടി ജനത്തിനായി ലോകരാജ്യം 800 കോടി ജനത്തിനായി ജാതി മത വർഗ്ഗവർണ്ണ വ്യത്യാസം കൊണ്ടോട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന വലിയൊരു ചെറിയവരെയും ശൈശവത്തിൽ മാലികൗമാരി യുവനത്തിൽ വാർത്ത അനുഭവത്തെ അച്ഛനെ യാചോട്ടനെ ചോട്ടങ്ങൾ തടവറയിലായിരിക്കുന്ന കർത്താവ് മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ സയൻസ് എഞ്ചിനീയർമാർ ഭരണദേശ പാർട്ടികൾ രാജ്യരാഷ്ട്ര തലമുറക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ മേഖലയിലും ജനത്തെ പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ വേദനത്തിന്റെ അടിവ് കടന്നു പോകുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ കർത്താവ് നിത്യനാശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിൽ വലിയൊരു കൂട്ടം ജനത്തെ വേർതിരിച്ച ദിവസങ്ങളിൽ ഒരു അന്ത്യകാല ഉണർവ് ഞങ്ങളുടെ കേരളത്തിൽ ലോക രാജ്യങ്ങൾ വെളിപ്പെടുവാൻ പരിശുദ്ധ
പരിശുദ്ധമാവിടെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളുടെ തലമുറകളെ, കർത്താവ് ഞങ്ങളുടെ ശേഷത്തിൽ ബാല്യകൗമാരം യുവരത്തിൽ വാർത്തകളെ ലീഗരെ പരിശുദ്ധമായി നിറച്ച് ആത്മഭാരത്തോടെ കർത്താവ് ജനത്തെ ഒരുക്കണമേ. പ്രാർത്ഥിക്കുന്നു കർത്താവ് കണ്ണുനീരുടെ പ്രാർത്ഥിക്കുന്ന കൂട്ടം ജനത്തെ, കണ്ണുനീരുടെ പ്രാർത്ഥിക്കുന്ന സഭയെ, കണ്ണുനീരുടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ എഴുന്നേൽപ്പിക്കണനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവൻ അതിക്രമം കൊണ്ട്, പാപം കൊണ്ട്, കുലപാതകം കൊണ്ട്, വ്യഭിചാരം, മോഷണം, പിടിച്ചുപറി, തീവ്രവാദ ഭീകര വർഗീയത കൊണ്ട് നിറയപ്പെട്ട് സ്ഥാനമാന അധികാരം തമ്മിലടിക്കുന്ന ജനത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കർത്താവേ ഒരു വലിയ ഉണർവിനായി ദൈവസഭ ആഗ്രഹിക്കുമ്പോൾ അത്ഭുതം ചെയ്യണമേ. സുവിശേഷ മുഖാന്തരം പീഡനങ്ങളുടെ ദൈവമക്കൾ ദൈവദാസമായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. കർത്താവ് അവിടെ ഇല്ല, ശക്തമായി ദൈവസാന്നിധ്യം വയ്ക്കുന്നതിനായി യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകലത്തിന്റെ ദൈവനീതി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.